പണ്ട് ഗുരുവായൂർ ഒരാള് നടയിരുത്തി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു ആനയെ നടയിരുത്തി ഭക്തൻ തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയപ്പോ തൊട്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത പ്രയാസമല്ല. അദ്ദേഹത്തിന്റെ കാറിന്റെ മുകളിൽ തേങ്ങ വീഴുന്നു, അദ്ദേഹത്തിന്റെ കമ്പനി നഷ്ടത്തിലാവുന്നു, അദ്ദേഹത്തിന്റെ മക്കൾക്ക് അസുഖം വരുന്നു, വലിയ പ്രയാസം. അദ്ദേഹം ജ്യോതിഷനോട് ചോദിച്ചു, ഭഗവാനെ, ഞാനിവിടെ ഗുരുവായൂരപ്പൻ ആനയൊക്കെ നടയിരുത്തി, ഇത്രയും വലിയ കാര്യം ഞാൻ ഗുരുവായൂരപ്പന് വേണ്ടി ചെയ്തു കൊടുത്തു, എന്നിട്ട് എന്താണ് എനിക്ക് ഇത്രയും വലിയ പ്രയാസങ്ങൾ വരുന്നതെന്ന് ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം, ഏതോ ഒരു അമ്മ ഇതുപോലെ നിവൃത്തിയില്ലാതെ ഭഗവാൻ കുറച്ച് മഞ്ചാടിക്കുരു കുന്നിക്കുരു ചെന്ന് കൊടുത്തിരുന്നു. അതിലൊരു കുന്നിക്കുരു എപ്പോഴോ അമ്മയുടെ കയ്യിൽ നിന്ന് വീണുപോയി ആ മുറ്റത്ത് വീണു. ആ മുറ്റത്താണ് നിങ്ങൾ കരിമ്പടം വിരിച്ച് ആനയെ അതിന്റെ മുകളിൽ കയറ്റിയിരുത്തിയത്. ആ കുന്നിക്കുരു എന്തായി പോയി? ചതഞ്ഞ് അറഞ്ഞുപോയി. തന്റെ അമ്മ തനിക്ക് കൊണ്ടുവന്ന ആ കുന്നിക്കുരുവിനോട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ അത് കേടുവരുത്തിയില്ലേ എന്നുള്ള ചിന്ത അത്രയും ഗുരുവായൂരപ്പൻ, അല്ലാണ്ട് ആനയെ കിട്ടിയില്ലേ എന്നുള്ള സന്തോഷമല്ല. പണ്ട് ഗുരുവായൂർ ഒരാള് നടയിരുത്തി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു ആനയെ നടയിരുത്തി ഭക്തൻ തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയപ്പോ തൊട്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത പ്രയാസമല്ല. അദ്ദേഹത്തിന്റെ കാറിന്റെ മുകളിൽ തേങ്ങ വീഴുന്നു, അദ്ദേഹത്തിന്റെ കമ്പനി നഷ്ടത്തിലാവുന്നു, അദ്ദേഹത്തിന്റെ മക്കൾക്ക് അസുഖം വരുന്നു, വലിയ പ്രയാസം.